അസ്സാം വലൈക്കും ഡിയർ ഫ്രണ്ട്സ്. ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ നിങ്ങൾ ആരും ഇതുവരെയും ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലാത്ത ഒരു അടിപൊളി വെറൈറ്റി റെസിപ്പിയാണ്. നമ്മുടെ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. അതുപോലെ തന്നെ നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരും ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവരും പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഞാനിടുന്ന വീഡിയോസ് ഉടനടി കിട്ടുന്നതിനായി സബ്സ്ക്രൈബ് ബട്ടന്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി ക്ലിക്ക് ചെയ്തിട്ട് ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്യാനും മറക്കല്ലേ. ലിക്വിഡ് സമോസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റും തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് 250 ml കപ്പിന് 1 കപ്പ് മൈദ ഇട്ട് കൊടുക്കാം. ഇപ്പം ഞാനിപ്പോൾ കുറച്ച് ഉണ്ടാക്കുന്നുള്ളൂ. നിങ്ങൾക്ക് എത്രയാണ് ഫ്രീസറിൽ സൂക്ഷിച്ച് വെക്കാൻ പറ്റുന്നത് അത്രയും തയ്യാറാക്കി എടുക്കാവുന്നതാണ്. ഞാൻ കുറഞ്ഞ അളവിലാണ് ഇപ്പോൾ ആദ്യം കാണിക്കുന്നത്. ഇനി ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. 1/2 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. ഒന്ന് മിക്സ് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. ആദ്യം ഇതിലേക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ഏത് കപ്പിലാണോ മാവ് അളന്നെടുത്തിട്ടുള്ളത് ആ കപ്പിൽ തന്നെയാണ് വെള്ളവും എടുക്കേണ്ടത്. നിങ്ങൾ ഗ്ലാസ്സിലാണ് മാവ് അളന്നെടുക്കുന്നതെങ്കിൽ ഗ്ലാസ്സിൽ തന്നെ വെള്ളവും എടുക്കാം. ഇനി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നമുക്കിത് ഒരു ലൂസ് ബാറ്ററായിട്ടാണ് ഇത് റെഡിയാക്കി എടുക്കേണ്ടത്. അപ്പോൾ ആദ്യമേ ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കണ്ട. ആദ്യം 1 കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ബാക്കി വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ വ്യത്യാസം ഉണ്ടാവും. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇപ്പോൾ അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ബാക്കി വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം. ഇപ്പം ഞാൻ 1/2 കപ്പ് വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. നന്നായിട്ടൊന്ന് യോജിപ്പിച്ചെടുക്കാം. അപ്പോൾ കട്ടകളൊന്നും ഇല്ലാതെ അതാവൊന്ന് മിക്സ് ചെയ്ത് യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. അഥവാ ചെറിയ ചെറിയ കട്ടകൾ എന്തെങ്കിലും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു അരിപ്പയെ കൂടി അരിച്ചിട്ട് വേണം ഈ മാവ് എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ബാറ്റർ റെഡി ആയിട്ടുണ്ട്. ഇതിൽ എണ്ണ ഒന്നും ഒഴിക്കേണ്ട ആവശ്യമില്ല. ഈ ഒരു രീതിക്ക് വേണം ബാറ്റർ റെഡിയാക്കി എടുക്കാൻ. കട്ടിയാവാൻ പാടില്ല. ഇതുപോലെ ലൂസ് ബാറ്ററായിട്ട് റെഡിയാക്കി എടുക്കുക. ഒട്ടും തന്നെ കട്ടകളൊന്നും ഉണ്ടാവാൻ പാടില്ല. നമ്മളിപ്പോൾ ലിക്വിഡ് സമോസയല്ലേ ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൻ്റെ 1/4 ഭാഗത്തോളം വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പം ഇനി ഇതിൻ്റെ മുകളിലായിട്ട് ഒരു തവ വെച്ച് കൊടുക്കുക. ഇതുപോലത്തെ ഒരു തവ വെച്ച് കൊടുക്കുക. ഒരുപാട് ചൂടാവരുത്, ചെറിയ ഒരു രീതിയിൽ ചൂടാക്കി എടുക്കുക. അപ്പം നമ്മൾ കയ്യിൽ തൊടുന്ന രീതിയിലുള്ള ചൂടാവുമ്പോൾ ഇതിലേക്ക് 3/4 സ്പൂണ് മാവ് ഒഴിച്ച് ഒന്ന് പെട്ടെന്ന് തന്നെ ചുറ്റിച്ചു കൊടുക്കണം. ഒന്ന് ചുറ്റിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി വെള്ളത്തിന്റെ മുകളിലായിട്ട് ഈ തവ ഇങ്ങനെ വെച്ചു കൊടുക്കാം. ഫ്ലെയിം കൂട്ടിയിടുക. ഇതിന്റെ പുറമൊക്കെ ഒന്ന് ഡ്രൈ ആയി വരട്ടെ. ഇപ്പൊ കണ്ടിട്ട് ഇതിന്റെ പുറമൊക്കെ അത് ഡ്രൈ ആയി വന്നിട്ടുണ്ട്. ഒരു 50 സെക്കൻഡ് ഒക്കെ എടുത്തിട്ടേ ഉള്ളൂ. ഇനി നമുക്ക് ഈ തിളച്ച വെള്ളത്തിൽ നിന്നും ഈ തവ എടുത്ത് മാറ്റാം. ഇപ്പൊ ഇതിന്റെ ചൂട് ചെറുതായിട്ടൊന്ന് മാറിയിട്ടുണ്ട്. ഇതുപോലെ ഒന്ന് ഇളക്കിയെടുക്കാം. കണ്ടില്ലേ എത്ര നൈസായിട്ടാണ് ഇത് കിട്ടിയിട്ടുള്ളതെന്ന്. ഇതിങ്ങനെ കട്ട് ചെയ്യാതെ വേണമെന്നുണ്ടെങ്കിലും നമുക്ക് സ്പ്രിംഗ് റോളായിട്ട് 2 വശവും ഒന്ന് മടക്കി കൊടുക്കുക. കട്ട് ചെയ്യാതെ ഇങ്ങനെ തന്നെ നമുക്ക് ഫില്ലിങ് വെച്ച് കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതിയാവും. ഇത് മൈദയിൽ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഒന്ന് ഒട്ടിച്ചു കൊടുത്താൽ മാത്രം മതി. ഒട്ടി അവിടെ ഇരുന്നോളൂ. ഇപ്പം എല്ലാം ആവിയിൽ വേവിച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ എത്ര കനം കുറച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. നമ്മുടെ കൈയൊക്കെ കാണാൻ പറ്റുന്നുണ്ട്. ഓരോന്നായിട്ട് വെക്കും തോറും അതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. അപ്പം അല്ലെങ്കിൽ ഇത് ഒട്ടിപ്പിടിക്കും. ഇനി സമോസ ഷീറ്റ് ആക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇതിൻ്റെ 2 സൈഡും ഒന്ന് കട്ട് ചെയ്യാം. അതാ 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നടുവിലായിട്ട് ഒന്ന് കട്ട് ചെയ്യാം. അപ്പം നമ്മുടെ സമോസ ഷീറ്റ് ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സമോസ ഷീറ്റിന് വേണ്ടിയിട്ട് ഇതാ ഒരു ഷീറ്റ് എടുത്തിട്ടുണ്ട്. ഇനി ഇതുപോലെ ഒന്ന് നമ്മൾ എങ്ങനെയാണോ സമോസ ഷീറ്റ് തയ്യാറാക്കുന്നത് അതുപോലെ ഒന്ന് ചെയ്തെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ ഇവിടെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ ഒട്ടിക്കേണ്ട ആവശ്യമൊന്നും വരില്ല. കുറച്ച് മൈദ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്തെടുക്കുക. അപ്പോൾ കയ്യിലേക്ക് എടുത്തതിന് ശേഷം ഇവിടെയും കുറച്ച് മൈദ ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഇപ്പോൾ ദാ സമോസയും റെഡി ആയിട്ടുണ്ട്.
അപ്പോൾ സ്പ്രിംഗ് റോൾ ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം, സമോസ ഷീറ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ എടുക്കാം. അപ്പോൾ ഇതിൻ്റെ പുറത്ത് നമ്മൾ ഓരോ ഷീറ്റും നമ്മൾ വേവിച്ചെടുക്കുന്ന സമയത്ത് അതിൻ്റെ പുറത്ത് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഗ്ലോ കവറിലാക്കി ഫ്രീസറിൽ നമുക്ക് സൂക്ഷിക്കാവുന്നതാണ്. എത്ര ദിവസം വേണമെങ്കിലും ഇത് കേടുകൂടാതിരിക്കും. ഗ്ലോ കവറിലാക്കി ഒരു 2 ആഴ്ച വരെയൊക്കെ ഇത് കേടുകൂടാതിരിക്കും. അപ്പോൾ നമ്മൾ എത്ര വലിച്ചാലും ഇത് പൊട്ടിപ്പോവില്ല. അത്രയ്ക്ക് കനം കുറച്ചാണ് ഇത് കിട്ടിയിട്ടുള്ളത്. അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് ഞാനിവിടെ 8 കപ്പ് മൈദയാണ് ഇട്ട് കൊടുക്കുന്നത്. 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ 8 കപ്പ് മൈദയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 250 ml കപ്പിന് 8 കപ്പ് മൈദ അതാ എടുത്തിട്ടുണ്ട്. ഇത് 1 കിലോ മൈദയാണ്. നമ്മൾ കിലോ കണക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 കിലോ മൈദയാണ് എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഒരു 3 ടീസ്പൂൺ ഉപ്പാണ് ഇട്ട് കൊടുക്കുന്നത്. 3 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. സൺഫ്ലവർ എണ്ണയോ അല്ലെങ്കിൽ വെളിച്ചെണ്ണയോ ഏത് എണ്ണ വേണമെങ്കിലും ഒഴിച്ചു കൊടുക്കാവുന്നതാണ്. ഇനി കൈ വെച്ചിട്ട് മാവും ഉപ്പും ഈ എണ്ണ എല്ലാം കൂടിയിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ മാവും ഉപ്പും എണ്ണയായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ആദ്യം നമുക്ക് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. 250 ml കപ്പിന് 1 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നമ്മൾ ചപ്പാത്തിക്കൊക്കെ കുഴയ്ക്കുന്നത് പോലെ അങ്ങ് കുഴച്ചെടുത്താൽ മതി. ഒരുമിച്ച് വെള്ളം ഒഴിക്കരുത്, കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കുക. ചപ്പാത്തിക്ക് കുഴച്ചെടുക്കുന്ന ആ ഒരു രീതിക്ക് കുഴച്ചെടുക്കുക. വീണ്ടും 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. കുറച്ചായിട്ട് ഒഴിച്ചു കൊടുക്കുക. ഞാനിപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. 250 ml കപ്പിന് 2.25 കപ്പ് വെള്ളത്തിൻ്റെ ആവശ്യമേ വന്നിട്ടുള്ളൂ. നന്നായിട്ട് ഒന്ന് കുഴച്ച് ഉരുട്ടിയെടുക്കാം. ഇനി കൗണ്ടർ ടോപ്പിലിട്ട് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. ഇനി നമുക്ക് ഈ മാവ് 2 മിനിറ്റ് നല്ലവണ്ണം ഒന്ന് കുഴച്ച് സോഫ്റ്റ് ആക്കി എടുക്കാം. ഇപ്പോൾ ഒന്ന് 2 മിനിറ്റ് ഒന്ന് കുഴച്ച് എടുത്തിട്ടുണ്ട്. ഈ ഒരു രീതിക്ക് കുഴച്ചെടുക്കാം. മാവ് നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പം നമ്മൾ വെള്ളം ഒഴിക്കുന്ന സമയത്ത് കൂടി പോകരുത്. നമ്മൾ എടുക്കുന്ന ഓരോ മൈദയ്ക്കും അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിന് വ്യത്യാസം ഉണ്ടാവും. അതുകൊണ്ട് കുറച്ച് വെള്ളം ഒഴിച്ച് ഈ മാവൊന്ന് കുഴച്ചെടുക്കാം. ഇനി മാവ് കുറച്ച് സമയം ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം. ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ പുറത്ത് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തും ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. ഇനി ഒരു ബൗൾ വെച്ചിട്ട് ഇതൊന്ന് മൂടിക്കൊടുക്കുക. കുറച്ച് സമയം ഇങ്ങനെ തന്നെ ഇരിക്കട്ടെ. എന്നാൽ മാത്രമേ മാവ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടുള്ളൂ. ഇപ്പം നമ്മുടെ ഈ മാവ് മൂടി വെച്ച് റെസ്റ്റ് ചെയ്യാൻ വെച്ചിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പം കണ്ടിട്ട് മാവ് കുറച്ചും കൂടെ നല്ല സോഫ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ട്. ഇനി ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് കുഴച്ചെടുത്താൽ മതി. ഇപ്പോൾ ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് ചെറിയ ഉരുളകളാക്കി എടുക്കാം. ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. ഇതുപോലെ തന്നെ ബാക്കിയിരിക്കുന്ന മാവും ഇതുപോലെ ഒരേ വലുപ്പത്തിലുള്ള ഉരുളകളാക്കി എടുക്കുക. ഇപ്പോൾ ഞാൻ ഈ മാവിനെ ഒരേ വലുപ്പത്തിലുള്ള 28 ഉരുളകളാക്കി ഉരുട്ടി എടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഓരോന്നും പരത്തി എടുക്കണം. പരത്തി എടുക്കുന്നതിന് മുമ്പായിട്ട് ഓരോ മാവ് എടുക്കുമ്പോഴും നമ്മൾ ഈ മാവ് ഡ്രൈ ആയി പോവാതിരിക്കാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും വെച്ച് മൂടിക്കൊടുക്കുക. ഒരു കവർ വെച്ച് മൂടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ ക്ലിംഗ് റാപ്പ് വെച്ച് മൂടിക്കൊടുക്കുകയോ അല്ലെങ്കിൽ വെള്ളത്തിൽ മുറുക്കി പിഴിഞ്ഞ കോട്ടൺ തുണി കൊണ്ട് മൂടിക്കൊടുക്കുകയോ ചെയ്യാം. കുറച്ച് മൈദ ഒന്ന് ഇട്ട് കൊടുക്കുക. ഇനി നമ്മൾ ഉരുട്ടിയെടുത്ത ഒരു ഉരുള മാവ് ഇങ്ങനെ വെച്ച് കൊടുത്തിട്ട് എല്ലാ ഭാഗത്തും മാവാക്കി കൊടുക്കുക. എന്നിട്ട് കൈ വെച്ച് ഒന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. കനം കുറച്ച് പരത്തണ്ട, നമ്മൾ പൂരിക്കൊക്കെ പരത്തുന്ന പോലെ അങ്ങ് പരത്തിയെടുക്കുക.
ഇപ്പോൾ ദാ ഒന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത ഷീറ്റ് നമുക്ക് മാറ്റി വയ്ക്കാം. ഈ ഒരു കനത്തിന് വേണം പരത്തിയെടുക്കാൻ. വീണ്ടും കൗണ്ടർ ടോപ്പിൽ കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കുക. വീണ്ടും ഒരു ഉരുള മാവ് വെച്ച് കൊടുക്കുക. എല്ലാ ഭാഗത്തും മാവ് ആക്കി കൊടുത്ത് കൈവച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക. ഇനി ഇതൊന്ന് പരത്തിയെടുക്കുക. നമ്മൾ നേരത്തെ പരത്തിയെടുത്തതുപോലെ തന്നെ പരത്തിയെടുക്കുക. അതൊന്ന് പരത്തി എടുത്തിട്ടുണ്ട്. നമ്മൾ പരത്തിയെടുത്ത ഷീറ്റിൻ്റെ മുകളിലായിട്ട് കുറച്ച് എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. ഒരുപാട് എണ്ണ ബ്രഷ് ചെയ്യരുത്. ഇതുപോലെ ലൈറ്റായിട്ട് ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കുക. എല്ലാ ഭാഗത്തും നല്ലതുപോലെ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണം. ഇപ്പോൾ എണ്ണ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് മൈദ ഒന്ന് വിതറി കൊടുക്കാം. ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ പരത്തി മാറ്റി വെച്ച ഷീറ്റില്ലേ, അതിങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ മുകളിൽ നമ്മൾ എണ്ണയൊന്നും ബ്രഷ് ചെയ്ത് കൊടുക്കുന്നില്ല. ഒന്ന് ലെവൽ ചെയ്തെടുക്കുക. ഇതിപ്പം ഞാൻ 2 എണ്ണം വെച്ചാണ് ചെയ്യുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരമായിട്ട് 3 എണ്ണം വെച്ച് ചെയ്യാം, 4 എണ്ണം വെച്ച് ചെയ്യാം. ആദ്യമായിട്ട് ചെയ്യുന്നവർക്കൊക്കെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടണമെന്നുണ്ടെങ്കിൽ ഇങ്ങനെ 2 എണ്ണം വെച്ചിട്ട് ചെയ്തെടുക്കുമ്പോഴാണ്. ഇനി ഇതൊന്ന് പരത്തിയെടുക്കാം. കനം കുറച്ച് ഇതൊന്ന് പരത്തിയെടുക്കാം. അപ്പം വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് മൈദ ഇട്ടിട്ട് വേണം പരത്തിയെടുക്കാൻ. ഞാൻ കുറച്ച് മൈദ ഇതിൻ്റെ പുറത്ത് വിതറിയിട്ടാണ് ഇതാ ഒന്ന് കനം കുറച്ച് പരത്തി എടുത്തിട്ടുണ്ട്. നമുക്ക് പരത്തിയെടുത്ത മാവ് ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ ആ തവയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ലോ ഫ്ലെയിം വയ്ക്കുക, ഫ്ലെയിം കൂട്ടി വെക്കരുത്. ഒരു 40 സെക്കൻഡ് ആയിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്ന് വാട്ടിയെടുത്താൽ മതി. അങ്ങ് വെന്ത് നമുക്ക് ചപ്പാത്തിയൊക്കെ ചുടുന്നത് പോലെ ചുട്ടെടുക്കരുത്. ഒന്ന് വാടി വന്നാൽ മതി. ഇപ്പോൾ ഒരു 30 സെക്കൻഡ് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ അതാ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ വശവും ഇപ്പോൾ അതാ ഒരു 30 സെക്കൻഡ് ആയിട്ടുണ്ട്. അപ്പോൾ 2 വശവും ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഈ ലെയർ ഇങ്ങനെ ഒന്ന് ഇളക്കി മാറ്റാം. അപ്പോൾ നമുക്ക് ഈ പാനിൽ വെച്ച് തന്നെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതങ്ങ് ഇളക്കിയെടുക്കാം. അപ്പോൾ നല്ല ചൂടാണ്. ഈ പാനിൽ നിന്ന് വേണമെങ്കിൽ ഇങ്ങനെ തന്നെ ഇളക്കിയെടുക്കാം. അല്ലെങ്കിൽ നമുക്ക് തയ്യാറാക്കിയതിന് ശേഷം ആ ചൂടോടുകൂടി ഇളക്കിയെടുക്കാം. ഇപ്പോൾ കണ്ടില്ലേ, നല്ല ചൂടാണ്. ഇപ്പോൾ കൈയെല്ലാം കാണാൻ പറ്റുന്നുണ്ട്. ഇതുപോലെ തന്നെ റെഡിയാക്കി എടുക്കാം. ഇപ്പോൾ എല്ലാം ചുട്ടെടുത്ത് ഓരോന്നോരോന്നായിട്ട് അടർത്തി എടുത്തിട്ടുണ്ട്. ഇപ്പോൾ കണ്ടില്ലേ, ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് അടർത്തി അടിപൊളിയായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നിന്ന് ഒരെണ്ണം എടുത്ത് കാണിച്ചു തരാം. ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ കൈയൊക്കെ ഇതിൽ കാണാൻ പറ്റുന്നുണ്ട്. അത്രയ്ക്കും നല്ല കനം കുറച്ചാണ് നമ്മൾ പരത്തി എടുത്തിട്ടുള്ളത്. ഈ ഒരു രീതിക്ക് വേണം ഇത് തയ്യാറാക്കാനായിട്ട്. നല്ല സോഫ്റ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇപ്പൊ കണ്ടില്ലേ, ഇത് എങ്ങനെ വെച്ചാലും ഇത് മുറിഞ്ഞു പോവില്ല. അപ്പോൾ നമ്മൾ ചുട്ടെടുത്ത ഒരു ഷീറ്റ് ഇതായി എടുത്തിട്ടുണ്ട്. ഇനി ഇത് സമോസ ഷീറ്റായിട്ടും സ്പ്രിംഗ് റോളായിട്ടും ഒക്കെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ എല്ലാ വശവും ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഒരെണ്ണം ഇതാ എടുത്തിട്ടുണ്ട്. 2 സൈഡും ആദ്യം ഒന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ 2 സൈഡും ഇതാ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ 2 സൈഡും ഒന്ന് കട്ട് ചെയ്യാം. ഇനി ഈ വശവും ഒന്ന് കട്ട് ചെയ്യാം. അപ്പോൾ 4 വശവും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം ഞാനൊരു സ്ക്വയർ ഷേപ്പായിട്ട് ഇതാ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, എത്ര മാത്രം കനം കുറച്ചാണ് നമുക്ക് ഈ ഷീറ്റ് കിട്ടിയിരിക്കുന്നത്. ഇത് നമുക്ക് സ്പ്രിംഗ് റോളായിട്ട് എടുക്കാവുന്നതാണ്. നമ്മൾ ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം 2 സൈഡും ഇങ്ങനെ വെച്ച് കൊടുക്കാം. ഇനി ഫില്ലിങ് വെച്ച് കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുത്താൽ നമ്മൾ സ്പ്രിംഗ് റോള് അത് ഇവിടെ റെഡിയായി കിട്ടും. അപ്പോൾ ഇങ്ങനെ ചെയ്തെടുക്കുകയാണെങ്കിൽ നമുക്ക് സ്പ്രിംഗ് റോളായിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. സൈഡിലൊക്കെ മൈദ വെച്ചിട്ട് ഒട്ടിച്ചു കൊടുത്താൽ മതിയാകും. 2 രീതിയിൽ നമുക്ക് സ്പ്രിംഗ് റോള് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പം ഷീറ്റ് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത ഷീറ്റ് എടുക്കുക. ഈ നടുവിലായിട്ട് ഇങ്ങനെ ഫില്ലിങ് വെച്ച് കൊടുക്കുക. അപ്പോൾ ഫില്ലിങ് വെച്ച് കൊടുത്ത് ഇങ്ങനെ ഒന്ന് 2 സൈഡും മടക്കി കൊടുക്കുക. എന്നിട്ട്
ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരറ്റത്ത് മൈദ വെച്ച് ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം. ഈ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഏതാണ് നിങ്ങൾക്ക് താല്പര്യമുള്ളത് ആ ഒരു രീതിക്ക് റെഡിയാക്കി എടുക്കാം. ഇനി നമ്മൾ കട്ട് ചെയ്തെടുത്ത ഷീറ്റിനെ നമുക്ക് സമോസ ഷീറ്റാക്കി മാറ്റാം. അതിന് വേണ്ടിയിട്ട് ഇതുപോലെ സ്ക്വയറായിട്ട് കട്ട് ചെയ്തെടുത്ത ഷീറ്റ് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യാം. ഇപ്പോൾ അത് രണ്ടായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളിയായിട്ട് സമോസ ഷീറ്റ് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ നമ്മുടെ സമോസ ഷീറ്റൊക്കെ അതവിടെ റെഡി ആയിട്ടുണ്ട്. ഇപ്പോൾ കണ്ടല്ലേ എത്രമാത്രം കനം കുറച്ചാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അപ്പോൾ ഈ നോമ്പ് സമയത്ത് ഇതുപോലെ നിങ്ങൾ സമോസ ഷീറ്റും അതുപോലെ തന്നെ നമുക്ക് സ്പ്രിംഗ് റോൾ ഷീറ്റും ഒക്കെ റെഡിയാക്കി വയ്ക്കുക. ഈസി ആയിട്ട് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ ഇത് നമുക്ക് ഒരു മാസത്തിൽ കൂടുതലൊക്കെ നമുക്ക് സൂക്ഷിച്ച് വെക്കാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ സമോസ ഷീറ്റൊക്കെ ഉണ്ടാക്കി പോളിത്തീൻ കവറിൽ അടച്ച് സൂക്ഷിക്കുകയാണെന്നുണ്ടെങ്കിൽ എത്ര ദിവസം വേണമെങ്കിലും കേടുകൂടാതിരിക്കും. അതുപോലെ തന്നെ നമ്മുടെ സ്പ്രിംഗ് റോൾ ഷീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. 4 വശവും കട്ട് ചെയ്ത പീസ് ഉണ്ടല്ലോ, അതിങ്ങനെ വെച്ച് കൊടുക്കാം. നമുക്ക് എല്ലാം കൂടിയിട്ട് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്ത് ഫ്രൈ ചെയ്തെടുത്തിട്ട് നമുക്ക് ഈ സമൂസയുടെ ഫില്ലിങ്ങിൽ ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് കഷ്ണങ്ങളായിട്ട് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്തതിന് ശേഷം കുറച്ച് പഞ്ചസാരയും തേങ്ങയിട്ട് നമുക്ക് കഴിക്കാവുന്നതാണ്. നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുറച്ചധികം എടുത്തിട്ട് ഇതൊന്ന് ഇതുപോലൊന്ന് റോൾ ചെയ്തെടുക്കാം. ഇപ്പോൾ ഇതാ റോൾ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ചെറുതായിട്ട് ഇതൊന്ന് ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പോൾ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെ കനം കുറച്ച് കട്ട് ചെയ്തെടുക്കുക. ഇപ്പം ഞാൻ കുറച്ച് ഇതുപോലെ നീളത്തിൽ ഇതുപോലെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. കുറച്ച് ബാക്കി ഒന്ന് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് ഫ്രൈ ചെയ്തെടുത്ത് സമോസയുടെ ഫില്ലിങ്ങിൽ ചേർത്ത് കൊടുക്കാം. ഇപ്പം നമ്മുടെ ഹോം മെയ്ഡ് സ്പ്രിംഗ് റോൾ ഷീറ്റും സമോസ ഷീറ്റും ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ ഒരു സിപ്ലോ കവറിലാക്കി കവർ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഒരു മാസത്തെ കൂടുതൽ തന്നെ ഇരിക്കും. അപ്പോൾ നോമ്പൊക്കെ വരുന്ന സമയത്ത് ഇതുപോലെ ഒരു മാസത്തേക്ക് നിങ്ങൾ ഇതുപോലെ സിപ്ലോ കവറിൽ സമോസ ഷീറ്റും സ്പ്രിംഗ് റോൾ ഷീറ്റും തയ്യാറാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള സ്നാക്സ് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ നിങ്ങളും ഹോം മെയ്ഡായിട്ട് ഇതുപോലെ സ്പ്രിംഗ് റോൾ ഷീറ്റും സമോസ ഷീറ്റും റെഡിയാക്കി വെക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ഉപകാരപ്പെട്ടു എന്ന് കരുതുന്നു. ഇത് നമ്മൾ വെക്കാനുള്ളത് ഫ്രിഡ്ജിലല്ല, ഫ്രീസറിലാണ് വെക്കാനുള്ളത്. ഒരു മാസത്തെ കൂടുതൽ ഇരിക്കും. അപ്പോൾ നിങ്ങളെല്ലാവരും ഇതുപോലെ ഒരു പ്രാവശ്യം ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടും. നിങ്ങളെല്ലാവരും ഈ 2 രീതിയിലുള്ള സമോസ ഷീറ്റും അതുപോലെ തന്നെ സ്പ്രിംഗ് റോൾ ഷീറ്റും തയ്യാറാക്കി നോക്കുക. തീർച്ചയായും നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമാകും. അപ്പോൾ നമുക്ക് മറ്റു വെറൈറ്റി വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്